അപ്പം ഗായ്സ് 2GB 3GB 4GB ലോ ആൻഡ് ഡിവൈസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രീ ഫയർ പ്ലേയേഴ്സ് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ലാഗിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂടി നമ്മൾ പറയുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലാഗിൻ്റെ പ്രശ്നത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇനിയും പറഞ്ഞ ലാഗ് അടിപ്പിക്കാൻ നമുക്ക് നേരെ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തമിഴിൽ ടൈറ്റിൽ ഇൻട്രോ കാര്യങ്ങളും കണ്ട പോലെ തന്നെ ഈ ഒരു ലോ ആൻഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ലാഗ് പ്രശ്നത്തിനെ നിരോധിക്കാനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ്. വീഡിയോയിലേക്ക് നിങ്ങളുടെ ലോ ആൻഡ് ഡിവൈസ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും ലാഗ് നമുക്ക് നേരെ അടിപൊളി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഗൈസ്, നമ്മുടെ ആദ്യത്തെ ടിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം സെറ്റിങ്സിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തൊട്ട മുകളിൽ തന്നെ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ആണെങ്കിൽ സ്മൂത്ത് എന്നും അൾട്ര എന്നും സ്റ്റാൻഡേർഡ് എന്നും മാക്സ് എന്നും ഉണ്ടാകും. അത് നിങ്ങളെപ്പോഴും സ്മൂത്തിലിടാൻ ശ്രമിക്കുക. സ്മൂത്തിലിടുന്നതിലൂടെ നിങ്ങളുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ സ്മൂത്തായിരിക്കും. ബട്ട് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീംമേറ്റ്സിൻ്റെതായാലും എനിമീസിൻ്റെതായാലും കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡിലും അൾട്രയിലും ഇടുന്ന സമയത്ത് കുറച്ച് ദൂരത്തുള്ള എനിമീസിനെയൊക്കെ നിങ്ങൾക്ക് മാപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ബട്ട് സ്മൂത്തിലിടുന്നതിലൂടെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള എനിമീസിനെ മാത്രമാണ് മാപ്പിൽ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ടതായി കാണുന്ന ഹൈ FPS എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ നോർമലിലേക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലൊരു മേഘത്തിൻ്റെ ചിഹ്നമൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഗെയിമിലുള്ള ഡൗൺലോഡ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഇഷ്ടം പോലെ പാക്സ് കാര്യങ്ങളൊക്കെ ഗൈസ്. ഓക്കെ, മാപ്സിൻ്റേതായാലും ക്യാരക്ടേഴ്സിൻ്റെ ആയാലും പെറ്റ്സിൻ്റേതായാലും ഗൺസ്കിൻ്റേതായാലും കോസ്റ്റ്യൂമിൻ്റേതായാലും ഇഷ്ടം പോലെ പാക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത പാക്ക് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഏതെങ്കിലും ഗെയിമിലേക്ക് പുതിയ ക്യാരക്ടേഴ്സോ ബണ്ടിൽസോ വെപ്പൺ സ്കിന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആകും. അത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അവിടെ കാണാം ഓട്ടോ ഡൗൺലോഡ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷനും കൂടി നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളറിയാതെ ഒരു പാക്ക് പോലും അവിടെ ഡൗൺലോഡ് ആവില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വൈബ്രേഷനാണ്. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ നിങ്ങൾക്ക് വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സൗണ്ട് വിഷ്വലൈസേഷൻ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ ഓഫ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നുമില്ല, എങ്കിലും അത് നിങ്ങൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ടിപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോസ് കാര്യങ്ങളും കാണുന്ന 80% ആൾക്കാരും ഫ്രീ ഫയർ മാക്സ് യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് ഫ്രീ ഫയർ മാക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങളും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ലോഗിൻ സ്റ്റൈല്, ലോബി സ്റ്റൈല്, ഓഡിയോ സ്റ്റൈല് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നുകിൽ ഓഫിലേക്ക് ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ ക്ലാസിക്കിലേക്ക് ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഗെയിം ഒന്ന് മിനിമൈസ് ചെയ്ത് ഒന്നുകൂടി കയറുകയാണ് നമ്മുടെ ഗെയിമിൻ്റെ ലോബി സ്റ്റൈലും ലോഗിൻ വീഡിയോ സ്റ്റൈലും ഓഡിയോ സ്റ്റൈല് കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ ഫ്രീ ഫയറിൻ്റെ രീതിയിലേക്കാകും. അതിലൂടെ നിങ്ങളുടെ ഗെയിമിൻ്റെ ആ ഒരു ലാഗ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നല്ല രീതിയിൽ തന്നെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിലിടുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു ലോബി സ്റ്റൈലും ലോഗിൻ സ്റ്റൈലൊക്കെ കാണുമ്പം ഒരു കുറച്ച് രസം കാര്യങ്ങളും തോന്നും. ബട്ട് നിങ്ങൾ ആദ്യം ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ടിപ്സ് കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ 90% ഈ ഒരു ലാഗിൻ്റെ പ്രശ്നം നിരോധിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താകുന്ന ഒരു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷനിൽ ഇട്ട് വയ്ക്കുക. എങ്കിൽ ഞാൻ ഇതേപോലത്തെ അടിപൊളി കിടുകാച്ച വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം അടുത്ത വീഡിയോ എന്ത് ചെയ്യണം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാകും. അപ്പം ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ മല്ലു ഹോഗീസ് സൈനിങ് ഔട്ട്. ബൈ ബൈ ഗായ്സ്.